ഞാനിപ്പോൾ കോയമ്പത്തൂർ ഗാന്ധിപുരത്തുള്ള ഒരു ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ ചെന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ ഇഷ യോഗ സെൻറ്ററിലേക്ക് ബസ്സുകളുണ്ട്. അത് ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കിട്ടണത്, മറ്റേ മെയിൻ ബസ് സ്റ്റാൻഡുകളിൽ നിന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വലിയ ഫ്ലൈ ഓവറിൻ്റെ ചുവട്ടിൽ കൂടെ, ഇത് ശരിക്കും ഈ ഫ്ലൈ ഓവർ എനിക്ക് തോന്നുന്നു മെയിനായിട്ട് സേലം റൂട്ടിലേക്ക് പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഇതുവരെ യാത്ര ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ടൗൺ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെയൊക്കെ ഒരു രണ്ട് ബസ്സൊക്കെ ശരിക്കും ഇങ്ങോട്ട് കടന്നു പോരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കൃത്യം ഒരു ബസ് മാത്രം കറക്റ്റ് ക്യൂവിലാണ് ഇതിലെ കടന്നു പോരാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മിക്കവാറും ബസ്സൊക്കെ അതുപോലെ സീറ്റിംഗ് ആവാണ്ട്, മിനിമം സീറ്റിംഗ് ആണെങ്കിലും ആവാണ്ട് അവർ ബസ് എടുക്കില്ല. അങ്ങനെ ഉള്ള ഒരു സ്വഭാവമാണ് അവരുടെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിനിമം ആകുമ്പോൾ തന്നെ ഇപ്പോഴത്തേക്ക് ഒരു ബസ് ചാർജ് വെച്ചിട്ട്, എവിടത്തെയാണെങ്കിലും ബസ് ചാർജ് വെച്ചിട്ട് അത്യാവശ്യം ബസ് വലിയ നഷ്ടമില്ലാത്ത പോകാൻ പറ്റും. അപ്പോൾ ഞാനങ്ങനെ ബസ് നോക്കി നടക്കുകയാണ്. ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഞാൻ ഒരു ചുമന്ന ബസ്, ഇത് TNSTCയുടെ ബസ് തന്നെയാണ്. അതിൽ ഇഷ യോഗ സെൻറ്റർ എന്ന് ബോർഡ്, മറ്റേ കമ്പ്യൂട്ടർ ബോർഡ് ഉണ്ട്. അപ്പോൾ അത് ഏതായാലും അതിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് കുട്ടികളാണുള്ളത്. ഒരു 10-22 വയസ്സൊക്കെ ഉള്ള പിള്ളേരാണ്. അങ്ങനെ ബസ് പുറപ്പെട്ടു. മുഴുവൻ പിള്ളേരാട്ടോ. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 40-42 സീറ്റ് ഉണ്ടെങ്കിൽ അതിലൊരു 35 പേരും പിള്ളേരാണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ വളരെ കുറച്ച് പേരേ ഉണ്ട് അതിന് മുകളിൽ പ്രായമുള്ളവരുള്ളൂ. അപ്പോൾ ഒപ്പനക്കര ആ സ്ട്രീറ്റ് ക്രോസ് ചെയ്ത് ആണിപ്പോൾ പോകുന്നത്. ഇത് ഒപ്പനക്കര സ്ട്രീറ്റിൻ്റെ ഈ ഇടവഴികളുടെ കുറേ കാഴ്ചകളൊക്കെയാണ്. അങ്ങനെ പേരൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് റൈറ്റിലേക്കാണ് ഇഷ യോഗ സെൻറ്ററിലേക്കുള്ള ഒരു റോഡ് പോകുന്നതെന്നാണ് ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. ബസ്സിലെ കണ്ടക്ടർ അവിടെ നേരത്തെ ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു വഴിക്കാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും ശിരുവാണി എന്ന് പറഞ്ഞ ഒരു റൂട്ടൊക്കെ ഈ പോകുന്ന വഴി കടന്നു പോകാമെന്നാണ് അപ്പോൾ ആ കണ്ടക്ടർ എന്നോട് പറഞ്ഞു തന്നത്. ഏതായാലും ഞാൻ ഇഷ യോഗ സെൻറ്ററിൻ്റെ കാഴ്ചകളിലേക്ക് ബസ് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറുണ്ട്, 40ഓളം കിലോമീറ്ററുണ്ട്, 39 രൂപയാണ് ഈ ബസ്സിന് ചാർജ്. ഇത് ഡീലക്സ് എന്ന് എഴുതി വെച്ച ഒരു ബസ്സാണ്. കാര്യം ഓർഡിനറി ആണെങ്കിൽ പോലും സ്റ്റോപ്പ് വളരെ കുറവാണ്. അതുപോലെ ഡീലക്സ് എന്ന് എഴുതി വെച്ച ബസ്സാണ്. പക്ഷേ ഇവരൊരു പണി ചെയ്തു. ഈ ഇഷ യോഗ സെൻറ്ററിന് എത്തുന്നതിന് ഒരു 4 കിലോമീറ്റർ മുമ്പ് അവർ ചായ കുടിക്കാൻ നിർത്തിയെന്നുള്ള ഒരു രസകരമായിട്ടുള്ള കാര്യം. പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. ഒരുപാട് മറ്റേ റെസ്റ്റോറൻറ്റുകൾ പോലത്തെ സംഭവങ്ങളും ഒക്കെ ഉണ്ടെന്നാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അവർ പുറത്ത് നിർത്തിയതെന്ന് എനിക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു ആദിയോഗി ശിവപ്രതിമ. ആദിയോഗി എന്ന പ്രതിമ ശരിക്കും. ഇപ്പോൾ നമുക്ക് ഏതായാലും ബസ് നിർത്തുന്ന കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറിയിട്ടാണ്. ഇവിടുത്തെ യോഗ സെൻറ്ററിൽ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ കയറ്റാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ പുറത്ത് വരെ നമുക്ക് മൊബൈൽ ഫോൺ പോലും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസൊക്കെ ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു ഏരിയ എന്നാണ് പറഞ്ഞത്. ഈ ഒരു സ്ഥലം ശരിക്കും ഗുരു ജഗദീഷ് എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ഒരു യോഗ സെൻറ്റർ നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. ഇദ്ദേഹം അങ്ങനെ ഈ സെൻറ്റർ ശരിക്കും അതിൻ്റെ ആദ്യം ഇഷ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടനയ്ക്ക് ഇദ്ദേഹം രൂപം നൽകുകയും അതിൻ്റെ കീഴിലാണ് ഈ ഒരു യോഗ സെൻറ്റർ. ആ പേരിൽ ഇഷ യോഗ സെൻറ്റർ. മിക്കവാറും ഈ തമിഴ്നാട്ടിൽ നമ്മൾ കോയമ്പത്തൂർ പോയി ഒരുപ്പെട്ട ആരോട് ചോദിച്ചാലും അവർക്ക് ഇഷ സെൻറ്റർ എന്ന് പറഞ്ഞു, ഇഷ സെൻറ്റർ എന്നാണ് ആദ്യം ഇതറിയപ്പെടുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ അവിടെ വന്നു. ഏതായാലും ഈ മൊബൈലൊക്കെ കൈമാറാനുള്ള ഒരു സ്ഥലം ഇവിടെ ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒരു കൗണ്ടറുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഷൂട്ടിങ് നടക്കില്ല. ഏതായാലും ഒരു ചെറിയ ലഘുഭക്ഷണത്തിന് ശേഷം ഞാൻ മൊബൈലൊക്കെ അങ്ങോട്ട് കൊണ്ടുവയ്ക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ കണ്ടോ,
ഒറ്റ കാളകൾ വലിക്കുന്ന വണ്ടിയാണ്. മറ്റേ ഇതിൻ്റെ ഒപ്പം തന്നെ ബാറ്ററി കൊണ്ടുള്ള വണ്ടികളും ഉണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ കാളകൾ വലിക്കുന്ന വണ്ടിയുമുണ്ട്. കുറേ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. വളരെ നല്ലൊരു ആംബിയൻസാണ്. ശരിക്കും ഇവിടെ വന്ന് കഴിയുമ്പോൾ നമുക്കൊരു മനസ്സിന് ശരിക്കും ഒരു കുളിർമ കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. അതുപോലെ 4 ചുറ്റും നമ്മുടെ മലനിരകൾ, പശ്ചിമഘട്ട മലനിരകളുടെ ഒരു കാഴ്ചകളും ചെറിയൊരു തണുപ്പും. ഒരു പക്ഷേ തണുപ്പ് കാലം ആയതുകൊണ്ടാവാം ഇത്രയ്ക്കും ചെറിയൊരു തണുപ്പ് ഒക്കെ ഈ 11 മണി സമയത്തും അറിയപ്പെടുന്നത്. ഒരു നല്ല കത്തിക്കാളുന്ന വെയിലെന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള വെയിലുമുണ്ട്. ഏതായാലും ഞാൻ അവിടുന്ന് അതിൻ്റെ ഉള്ളിൽ കണ്ടു. ഞാൻ കയറി. അധികം യോഗയുടെ ഒരു പ്രധാന യോഗ തന്നെയാണ് പ്രധാനമായിട്ടും. പക്ഷേ ഇത് ശരിക്കും ശ്രീ പരമേശ്വരനെ ആസ്പദമാക്കിയിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. അതിൻ്റെ ഉള്ളിൽ ജ്യോതിർലിംഗം അങ്ങനെയുള്ള കുറേ പ്രതിഷ്ഠകളുണ്ട്. 2-3 പ്രതിഷ്ഠകളുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി ഹോട്ടലുകളുണ്ട്. അത് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഒന്നും കയറി എക്സ്പീരിയൻസ് ചെയ്തില്ല. കാരണം വന്ന വഴിക്ക് തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഒരു വടാപാവ് മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു മസാല ദോശ കൊണ്ട് കഴിച്ചിട്ടാണ് ഞാൻ അകത്തേക്ക് കയറിയത്. അത് ശരിക്കും നഷ്ടമായിപ്പോയി. അതിൻ്റെ ഉള്ളിലെ ഫുഡൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഏതായാലും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ള കാഴ്ചകൾ വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഇതുപോലത്തെ സ്ഥലത്ത്, പ്രത്യേകിച്ച് ഇതുപോലത്തെ ആത്മീയ കേന്ദ്രങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും എന്തെന്നില്ലാത്ത ഒരു സ്വച്ഛന്തമായിട്ടുള്ള നമ്മുടെ മനസ്സ് അത്ര സ്വച്ഛന്തമായിട്ട് ഇങ്ങനെ ഒഴുകി തുടങ്ങുന്ന ഒരു അനുഭൂതി നമുക്കുണ്ട്. അതായത് നമ്മൾ ശരിക്കും അതിനെ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു വെയ്റ്റ്ലെസ് ആയിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതുപോലെ ഇവിടെ പലതരത്തിലുള്ള കൃഷികൾ, മരുന്ന് ചെടികൾ, അങ്ങനെയുള്ള സാധനങ്ങൾ നട്ടു വളർത്തുന്നുണ്ട്. പക്ഷേ അവരുടെ വിത്തുകളോ ചെടികളോ എന്തെങ്കിലും നമുക്ക് ഒരുപക്ഷെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടുമായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചില്ല. അങ്ങേ സൈഡിൽ നെൽപ്പാടങ്ങളുടെ കാഴ്ചയുണ്ട്. അതൊക്കെ ഈ ഇഷ സെൻറ്ററിൻ്റെ തന്നെ ആയിട്ടുള്ള ഇതാണ്. പക്ഷേ ഇവിടുത്തെ പ്രധാന ആകർഷണം ഒരു സാധാരണ ഒരു ടൂറിസ്റ്റ് എന്നുള്ള നിലയിൽ വരുമ്പോൾ കുറേ അതുപോലെ ഫോറിനേഴ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ചും അവരൊക്കെ ധ്യാനനിരതരായിട്ടിരിക്കുന്ന കാഴ്ചകൾ ഒരുപാട് പേര് അതിൻ്റെ ഉള്ളിൽ യോഗയെക്കാളും കൂടുതൽ ഇപ്പോൾ ധ്യാനനിരതരായിട്ടിരിക്കുന്ന ഒരു കാഴ്ചകളാണ് നമുക്ക് കാണാനുണ്ടായിരുന്നത്. ഈ ഒരു വഴിക്കൂടെ നടക്കുമ്പോൾ തന്നെ ഞാൻ പിന്നെ ഒരുപാട് നമുക്ക് സമയം ഇവിടെ ചിലവഴിക്കാനില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കറങ്ങി എൻ്റെ ഉള്ളിൽ പുറത്ത് കിടക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ തന്നെ ഏകദേശം 12 മണി 1 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഒരു ന്യായമായിട്ട് ശരിക്കും ഫുഡ് കഴിച്ചേച്ച് ഒക്കെ പോയതുകൊണ്ട് ഈ പുറത്ത് വരുമ്പോഴും വേറെ കുറേ എന്തെങ്കിലും ഒരു ഫുഡ് നമുക്കൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെയൊക്കെ കുറേയും തമിഴ്നാട്ടിലെ പ്രധാന ഒരു ചെറിയ ഒരു വിഭവമായിട്ടുള്ള മാങ്ങ ഇവിടെ ചെത്തി പുളി വെച്ചിട്ടുണ്ട്. അത് ഏതായാലും പ്രതിമയുടെ അടുത്തുനിന്ന് പോയിച്ച് വന്നിട്ട് അത് എങ്ങനെയായാലും ഞാനത് എവിടെ കണ്ടാലും മാങ്ങ വെള്ളരിയൊക്കെ ഇഷ്ടം പോലെ മേടിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിമയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം 112 അടി പൊക്കമുള്ള ഒരു ബസ്റ്റ് ശില്പം എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു പ്രതിമ ലോകത്തിലെ ഏറ്റവും വലിയ ബസ്റ്റ് പ്രതിമ എന്നുള്ള രീതിയിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുള്ള ഒരു പ്രതിമയാണ്. ഏതായാലും ഞാൻ എൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഫോട്ടോ എടുക്കലാണല്ലോ മെയിനായിട്ട്. ഇപ്പോഴത്തെ അല്ല, ഇങ്ങനെ എൻ്റെ ഇടയിൽ വന്ന് നിന്നും ഒക്കെ ഫോട്ടോ എടുക്കലും അതിൻ്റെ ഫോട്ടോ എടുക്കലും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. എൻ്റെ സൈഡിലൂടെ വരുമ്പോൾ തന്നെ നമുക്കറിയാം ശരിക്കും ഒരു പക്ഷേ നമ്മുടെ ക്യാമറ സൂം ചെയ്യാൻ പറ്റില്ലാത്ത രീതിയിൽ അത്രയ്ക്ക് വലുതായിട്ടുള്ളൊരു പ്രതിമയാണ്. ഇത് ഏകദേശം 20,000-ഓളം സ്റ്റീൽ പ്ലേറ്റുകൾ വെച്ചിട്ടാണ് ഈ ഒരു പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നീളം നോക്കുകയാണെങ്കിൽ 45 മീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. അതുപോലെ 34 മീറ്റർ ഉയരം, 25 മീറ്റർ വീതിയുമുള്ള
ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ തിരുനാമത്തോടു കൂടിയ ഒരു പ്രതിമ ആണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ബസ്റ്റ് ശില്പമായിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് അംഗീകരിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ശില്പം രൂപകൽപ്പന ചെയ്യുന്നത് ഈശ ഫൗണ്ടേഷൻ്റെ സ്ഥാപകനും അതിൻ്റെ തലവനും എല്ലാമായിട്ടുള്ള സദ്ഗുരു എന്ന് വിളിക്കപ്പെടുന്ന സദ്ഗുരു ജഗദീഷ് എന്ന അദ്ദേഹമാണ് ഇതിൻ്റെ രൂപകൽപ്പന നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു പ്രതിമയുടെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിയായ 2017 ഫെബ്രുവരി 24 ഈ ഒരു പ്രതിമയുടെ ഉദ്ഘാടനം നടത്തിയത്. അത് സ്വാഭാവികമായിട്ടും അന്ന് മഹാശിവരാത്രി ദിനമായിരുന്നു. അതുപോലെ തന്നെ സദ്ഗുരു എഴുതിയ ആദിയോഗി യോഗയുടെ ഉറവിടം എന്ന ഒരു പുസ്തകം കൂടി ആ സമയത്ത് അദ്ദേഹം പുറത്തിറക്കുകയുണ്ടായി. ശരിക്കും യോഗയുടെ ഉറവിടം എന്നുള്ള രീതിയിലാണ് ഈ ശ്രീ പരമേശ്വരന് യോഗയുടെ ഒരു ആദിയോഗി എന്ന് വിളിക്കപ്പെടുന്നത് എന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പ്രതിമയുടെ അനാച്ഛാദനത്തോടനുബന്ധിച്ച് ഒരു ഗാനം, അതായത് ആദിയോഗി യോഗയുടെ ഉറവിടം എന്ന ഒരു ഗാനം കൂടി ഇഷ ഫൗണ്ടേഷൻ ഇതായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അതുപോലെ ആദിയോഗി ദിവ്യദർശനം എന്ന ഒരു സംഭവം കൂടിയുണ്ട്. അത് ഒരു 3D ലേസർ ഷോയാണ്. ശരിക്കും ഇത് 2019 മഹാശിവരാത്രി ദിനത്തിലാണ് അന്നത്തെ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന ശ്രീ രാംനാഥ് കോവിന്ദാണ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇത് മിക്കവാറും രാത്രി 7:00 ഈ ഒരു ലേസർ ഷോ ഉണ്ടെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആദിയോഗി ദിവ്യദർശനം എന്നാണ് അതിൻ്റെ പേര്. അതേപോലെ തന്നെ 2020 ഹൗസ് ഓഫ് വർഷിപ്പ് എന്നുള്ള ഒരു വിഭാഗത്തിൽപ്പെടുത്തി വിനോദത്തിനുള്ള കുറേ കാര്യങ്ങളും കൂടെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ കുറേ വേറെയും ഇന്ത്യയുടെ 2014 ജഗ്ഗി വാസുദേവ് ഇന്ത്യയുടെ 4 കോണുകളിലും ആദിയോഗി ശിവപ്രതിമകൾ സ്ഥാപിക്കാനുള്ള തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിലൊന്ന് കർണാടകത്തിലെ ചിക്ബലാപൂര് 112 അടി ഉയരത്തിൽ തന്നെയാണ് ആദിയോഗി ശിവപ്രതിമ. അത് 2023 ഉദ്ഘാടനം ചെയ്തത്. അത് അവിടെയും ഈ ചിക്ബലാപൂരിലും ഇതുപോലെ ഈശ യോഗാ കേന്ദ്രം എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം അവിടെയും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രദേശത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പ്രത്യേകം ഇതിൻ്റെ ചുറ്റും നമ്മൾ നടന്ന് കാണുമ്പോൾ തന്നെ വളരെ അതിമനോഹരമായിട്ടാണ് ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ തന്നെ നമ്മൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇതുപോലെ നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു വൈബ്രേഷൻ ശരിക്കും നമുക്ക് ഒരു പ്രത്യേക ഒരു മനസ്സിനൊരു എന്തെന്നില്ലാത്തൊരു സന്തോഷമുള്ള ഒരു രീതി മിക്കവാറും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിശബ്ദതയാണ്. ഏതാണ്ട് ഇപ്പം ശരിക്കും ആ ഒരു വച്ചിരിക്കുന്ന ചെറിയൊരു കീർത്തനത്തിൻ്റെ ആ ഒരു ശബ്ദമല്ലാതെ ആരും കൂടുതൽ വർത്തമാനം പറയുകയോ അല്ലെങ്കിൽ ഒച്ചയിൽ വർത്തമാനം പറയുകയോ അല്ലെങ്കിൽ ഒരു വണ്ടി തന്നെയാവട്ടെ ഇപ്പോൾ ജസ്റ്റ് ഒരു ഹോൺ മുഴക്കുകയോ ആവശ്യമില്ലാണ്ട് ഹോൺ മുഴക്കുകയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ വളരെ പരിമിതമായിട്ടാണ് ഇവിടുത്തെ ഈ ബാറ്ററി കാറൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം ഈ ഒറ്റ കാളെ പൂട്ടിയ വണ്ടികളൊക്കെയാണ് ഇവിടെ. അതുപോലെ തന്നെ പ്രകൃതിയോട് പരമാവധി ഇണങ്ങി ജീവിക്കുന്നതിനുള്ള ഒരു പരിശീലനം കൂടി ശരിക്കും ഈ ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലുതായിട്ടുള്ള ഒരു കാര്യം. പിന്നെ കുറച്ച് ടൂറിസ്റ്റുകളും കൂടെ വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവർക്കും കുറച്ച് എൻ്റർടൈൻമെൻറ്റിനുള്ള കാര്യങ്ങൾ ചെറിയ രീതിയിലൊക്കെ ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സ്ഥലത്തെ കാഴ്ചകൾ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിനൊരു പ്രത്യേക ആനന്ദം ഉണ്ടാകുന്നതാണ് എൻ്റെ അനുഭവം. അപ്പോൾ നമ്മൾ
ഈ ഒരു വീഡിയോയിൽ നിന്ന് തൽക്കാലം പിൻവാങ്ങിയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒരു കമൻ്റ് ഇടുക, ഇതൊക്കെയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഗുഡ് ബൈ.